Morning students, hope you all are very fine. So today we'll go on to a new topic about trends in business analytics. അപ്പോൾ what do you mean by trends in business analytics? എന്താണ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ന്യൂ അല്ലെങ്കിൽ അപ്കമിങ് ചേഞ്ചസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. സോ ഫ്രം ദി ഓൾഡ് ടു ദ ന്യൂ എന്നുള്ളതാണ് ട്രെൻഡ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ് അനാലിറ്റിക്സിലെ എന്തൊക്കെയാണ് പുതിയ ട്രെൻഡുകളായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കൊരു 6 കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. പുതിയ ട്രെൻഡിൽ വരുന്നത് ഒരു 6 പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിഗ് ഡാറ്റ. ഓക്കെ, എന്താണ് ബിഗ് ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്? where you have lot of information or lot of data to store or to process whatever it is. Okay, which is very huge എന്നുള്ളതാണ്. നമ്മുടെ നോർമൽ ഒരു ലെവലിനേക്കാളും വിച്ച് ഈസ് വെരി ഹ്യൂജ് എന്നുള്ളതാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പം നിങ്ങൾക്കറിയാം, BSE എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്ര ഇൻഫർമേഷൻസാണ് അതിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൽ പ്രോസസ്സ് ചെയ്യുന്നത്, അതിൽ സ്റ്റോർ ചെയ്യുന്നത്, അതിൽ വിൽക്കുന്നതും വാങ്ങുന്നതും എല്ലാ കാര്യങ്ങളും ഇസ് വെരി എന്താ പറയുക ഇമ്മീഡിയറ്റ്ലി ടേക്കിംഗ് പ്ലേസ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് ഓൾമോസ്റ്റ് കൺട്രോൾസ് അല്ലെങ്കിൽ ഇറ്റ് ഓൾമോസ്റ്റ് ആക്ടിവേറ്റ് with lot of information or lot of data. It accesses it. Okay, that is known as big data എന്നുള്ളത്. Okay, with an increasing emphasizing on digitization in every aspect of life, data sets continue to expand at an extraordinary rate. This expansion നമുക്ക് എന്തുണ്ട്? You have advantage and also disadvantage. More data means more potential insights, but the total volume can be challenging. Second one is artificial intelligence. ഇപ്പോൾ ബിഗ് ഡാറ്റയിൽ എന്താ വരുന്നത്? ഹ്യൂജ് ഡാറ്റ, ദാറ്റ് ഈസ് മെയിൻറ്റെയിനിങ് അല്ലെങ്കിൽ ആക്സസിങ്, കൺട്രോളിങ്, സ്റ്റോറിങ്, ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ഹ്യൂജ് ഡാറ്റ ആണ്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സയൻറ്റിസ്റ്റ് ആർ ക്രിയേറ്റിംഗ് ആർട്ടിഫിഷ്യൽ ബ്രെയിൻസ്. ഒരു ഹ്യൂമൻ ബ്രെയിനിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ എന്താ പറയുക എത്രയോ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടാണ് ദേ ആർ ക്രിയേറ്റിംഗ് ആർട്ടിഫിഷ്യൽ ബ്രെയിൻസ്. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് എന്താണ് സിമ്പിളായിട്ട് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ദാറ്റ് എംഫസൈസസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റലിജൻസ് മിഷൻസ് തിങ്കിങ് ആൻഡ് വർക്കിംഗ് ലൈക്ക് ഹ്യൂമൻ. ഒരു ഹ്യൂമൻ എങ്ങനെയായിരിക്കും തിങ്ക് ചെയ്യുക, ഒരു ഹ്യൂമൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ദാറ്റ് ഈസ് എന്താ പറയുക ആ ഒരു പർട്ടിക്കുലർ മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സ്പീച്ച് റെക്കഗ്നിഷൻ, അതല്ലാന്നുണ്ടെങ്കിൽ ബിഗ് ഇൻഡസ്ട്രി ഓർഗനൈസേഷൻസിൽ പ്രോബ്ലം സോൾവിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ സ്പീച്ച് റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള അലക്സ എന്നുള്ളൊരു ഫീച്ചറിനെ കുറിച്ച് നമുക്ക് പറയാം. സോ വാട്ട് ഡസ് ദി അലക്സ ഡു? ഇറ്റ് റെക്കഗ്നൈസസ് ടു whom I am speaking എന്നുള്ളത്. ഓക്കെ, ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അങ്ങനെ റെക്കഗ്നൈസ് ചെയ്ത് അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ അക്കോർഡിംഗ് ടു ദ ഹ്യൂമൻ ഇൻസ്ട്രക്ഷൻ, അപ്പോൾ അലക്സിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ആരാണ് കമാൻഡ്സ് കൊടുക്കുന്നതൊക്കെ. സോ വെൻ യു സേ എ കമാൻഡ് അല്ലെങ്കിൽ വെൻ യു സേ ടു ഡു ഇറ്റ്, ഇറ്റ് ഈസ് ഡൂയിങ് ആൻഡ് ഇറ്റ് ഈസ് റെക്കഗ്നൈസിങ് ദാറ്റ് ദിസ് കമാൻഡ് ഇസ് കമ്മിങ് ഫ്രം മൈ ബോസ് എന്നുള്ളത്. ആരുടെ കയ്യിൽ നിന്നാണ് ഈ കമാൻഡ്സ് വരുന്നത് എന്നുള്ളതാണ്. അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ ബോസിൻ്റെ കമാൻഡ്സിൻ്റെ ബേസ് ചെയ്ത് ഇറ്റ് ഈസ് ആക്ടിങ് ടു ഇറ്റ്. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മേക്കിംഗ് ദ മെഷീൻ ടു വർക്ക് ലൈക്ക് എ ഹ്യൂമൻ, ടു റെസ്പോണ്ട് ലൈക്ക് എ ഹ്യൂമൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ഡീപ്പ് ലേണിംഗ്. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വരുന്ന ഒരു ഭാഗം തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒന്നും കൂടി വ്യക്തമായിട്ട് നമുക്ക് കുറച്ചും കൂടി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് ലേണിങ്ങിലേക്ക് പോകുമ്പോഴാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫങ്ഷൻ തന്നെയാണ് ദാറ്റ് മിമിക്സ് ദ വർക്കിംഗ് ഓഫ് ദി ഹ്യൂമൻ ബ്രെയിൻ ഇൻ പ്രോസസ്സിംഗ് ഡാറ്റ ഫോർ യൂസ് ഇൻ ഡിറ്റക്റ്റിംഗ് ഓബ്ജക്ട്സ്. ചില ഓബ്ജക്ട്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനോ ചില മൂവ്മെൻറ്റ്സ് ഡിറ്റക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മളത് പർട്ടിക്കുലർലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എസ്കലേറ്റർ, സോ മോസ്റ്റ് ഓഫ് യു നോ വാട്ട് ഈസ് ഇറ്റ് ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇറ്റ് എന്നുള്ളത് അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് ടു മൂവ് അപ്വേർഡ്സ്, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഗോ ഡൗൺവേർഡ് യു ക്യാൻ യൂസ് ഇൻ ദ എസ്കലേറ്റേഴ്സ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എസ്കലേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ നമ്മൾ പോണ സമയത്ത് എസ്കലേറ്റേഴ്സ് അവിടെ മൂവ് ചെയ്യാതെ നിൽക്കണം കണ്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ് വിൽ ബി സ്റ്റാറ്റിക് പൊസിഷനിൽ നിൽക്കണം കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി പൊസിഷനിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം. ഇറ്റ് വിൽ നോട്ട് മൂവ് unless and until you stand on the yellow line. സോ അവിടെ ഒരു യെല്ലോ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളവിടെ വന്നിട്ടുണ്ടെന്ന്, നിങ്ങളവിടെ കയറി നിന്നാൽ മാത്രം, ആ ലൈനിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ നിന്നാൽ മാത്രം ആണ് നമ്മൾ സെൻസ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ദ ഗ്ലാസ് ഡോർസ് വിച്ച് ആർ ഓപ്പൺഡ് വെൻ എ പേഴ്സൺ ഇസ് കമ്മിങ് ടു ദി എൻട്രൻസ്. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ഡോറുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തുറക്കാനും അടയ്ക്കാനും നമ്മൾ എവിടെയും നമ്മുടെ കൈ തൊടേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് നീഡ് ടു പുഷ് ഓർ പുൾ എനി ഡോർസ്, ബട്ട് വെൻ വി ആർ നിയറിങ് ദ ഡോർ ഇറ്റ് ഈസ് ഓപ്പൺഡ്, ഇറ്റ് ഈസ് സെൻസിങ്. ഓക്കെ, അതായത് നമ്മൾ വരുന്നുണ്ട് എന്നുള്ളത് ഇറ്റ് ഈസ് ഡിറ്റക്റ്റിംഗ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ്, ട്രാഫിക് സിഗ്നൽസ്, പെഡസ്ട്രിയൻ ക്രോസിംഗ് സിഗ്നൽസ്, ഇതൊക്കെ നമുക്ക് ഏതിലാണ് വരുന്നത്? ഡീപ്പ് ലേണിങ്ങിലാണ്. ദാറ്റ് ഈസ് ഹൗ എ പേഴ്സൺ റിയാക്ട്. സോ അതിനനുസരിച്ച് ആ ഒരു ഹ്യൂമൻ ബ്രെയിനിൻ്റെ പോലെ തന്നെ മെഷീൻ ലേണിംഗ് ആണ് നമുക്ക് ഡീപ്പ് ലേണിങ്ങിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. ന്യൂറൽ നെറ്റ്വർക്ക്സിൽ വരുന്നത് data scientists they can create brains which have the computing power of thousands of human minds. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് when we are creating a human brain we can give thousands of people's capabilities. നമുക്ക് ഒരാളുടെ തന്നെ ഉണ്ടാക്കണമെന്നില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഹ്യൂമൻ ബ്രെയിൻ തന്നെ മതിയല്ലോ. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാരുടെ കേപ്പബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ആ ഒരു ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് ഓഫ് ബ്രെയിൻ വൺ ക്യാൻ ഫോക്കാസ്റ്റ്, നമുക്ക് കാര്യങ്ങൾ ഫോക്കാസ്റ്റ് ചെയ്യാനായിട്ട് സെയിൽസ് ഫോക്കാസ്റ്റിംഗ് ആവാം, വെദർ ഫോക്കാസ്റ്റിംഗ് ആവാം, കസ്റ്റമർ റിസർച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫോക്കാസ്റ്റിംഗ് ആവാം.
ഓക്കെ, അങ്ങനെ വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ദി ഓർഗനൈസേഷൻസ്. അതിനെയാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് നമ്മൾ പറയുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സെയിൽസ് ഫോർകാസ്റ്റിങ്ങിന് തന്നെയാണ്, കസ്റ്റമർ റിസർച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT എന്ന് നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ പറയാറുണ്ട്. It is IoT-driven devices, number in the millions, delivering real-time to organizations worldwide and allowing intimate entry into the lives of consumers around the globe. അതായത് നമ്മൾ എന്താ പറയുക, ദാറ്റ് ഈസ് ഇൻ്റർ കണക്ഷൻ വയ ദി ഇൻ്റർനെറ്റ്, റിയൽ ടൈം ആക്സസിങ്ങിനുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ഓൾ ദി അവേഴ്സ്, ഇറ്റ് ഈസ് 24 hours, 7 days a week, 24/7 internet device is kept open for the people to access എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അവർക്ക് ഏത് കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഫെസിലിറ്റി യൂസ് ചെയ്യാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് മൈക്രോ സെഗ്മെൻറ്റേഷൻ. യു നോ വാട്ട് ഈസ് സെഗ്മെൻറ്റേഷൻ? യു ആർ ഡിവൈഡിങ് ഇറ്റ്. ഓക്കെ, സോ വാട്ട് ഈസ് മൈക്രോ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ബിക്കംസ് ബിഗർ. എത്രത്തോളം ഡാറ്റ വലുതാവുന്നുവോ, ദ എബിലിറ്റി ടു സെപ്പറേറ്റ് ഇറ്റ് ഇൻ ടു സ്മോളർ ആൻഡ് സ്മോളർ പാർട്സ് എനേബിൾസ് ഓർഗനൈസേഷൻസ് ടു ആക്യുറേറ്റ്ലി ഡിഫൈൻ ദെയർ ഐഡിയൽ കസ്റ്റമർ ആൻഡ് ക്രിയേറ്റ് ചാനൽ ദാറ്റ് ലീഡ് ദം ഡയറക്ട്ലി ടു ദ ഡിസയേർഡ് ആക്ഷൻ. സോ എത്രത്തോളം ഒരാളെക്കുറിച്ച് നമുക്ക് മാക്സിമം ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് മാക്സിമം ഇഫ് വി ക്യാൻ കളക്ട്, അപ്പോൾ എത്രത്തോളം ഡാറ്റ ഇൻക്രീസ് ചെയ്യുന്നു, എത്രത്തോളം ബിഗ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നുവോ അതിനനുസരിച്ച് സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഐഡിയൽ കസ്റ്റമർ ആരാണ്? അപ്പോൾ ഐഡിയൽ കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ കാരണം നമ്മൾ ഈ കളക്ട് ചെയ്ത ബിഗ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം? സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഡിവൈഡ് ചെയ്തിട്ടുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. സോ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒരു റിമോട്ട് സെർവറിലൂടെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റിമോട്ട് സെർവറിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഏകദേശം ഒരു ക്ലൗഡിൻ്റെ പോലെയാണത് ഉള്ളത്. അതുകൊണ്ടാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് യൂസിങ് റിമോട്ട് സെർവേഴ്സ് ഓൺ ദി ഇൻ്റർനെറ്റ്. എന്തിനൊക്കെയാണ്? ടു സ്റ്റോർ ആൻഡ് മാനേജ് ഡാറ്റ, പ്രൊവൈഡ്സ് മെനി ഓഫ് ദി ബെനിഫിറ്റ്സ് ബിസിനസ്സസ് ഡിമാൻഡ്, റെഡ്യൂസ്ഡ് റിലയൻസ് ഓൺ ഫിസിക്കൽ റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫിസിക്കൽ റിസോഴ്സസ് പരമാവധി നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻ്റർനെറ്റും അതേപോലെ തന്നെ നെറ്റ് സർവീസസ്, റിമോട്ട് സെർവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വി ആർ മേക്കിംഗ് ഡിസിഷൻസ്. അതല്ലാന്നുണ്ടെങ്കിൽ വാട്ട് വി ആർ സെൻഡിങ്, ആ ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഒന്നുകൂടിയും ഈസി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഓക്കെ, നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു ഹാർഡ്വെയറോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ഇൻ്റർനെറ്റ് സർവീസ് ഓവർ ദി നെറ്റ്വർക്ക് നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് അനാലിറ്റിക്സിൽ വന്നിട്ടുള്ള ന്യൂ ട്രെൻഡ്സ് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ബിഗ് ഡാറ്റ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡീപ്പ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, ദ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, മൈക്രോസെഗ്മെൻറ്റേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ പറയാറില്ല, എപ്പോഴും ഏത് കാര്യം വന്നാലും നമുക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ നൗ വി വിൽ മൂവ് ഓൺ വിത്ത് ദി അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. ഓക്കെ, ബിസിനസ് അനലിറ്റിക്സ് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന്, ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. സെക്കൻഡ് വൺ, ഇറ്റ് ഇൻസൈറ്റ്സ് ത്രൂ ഡാറ്റ വിഷ്വലൈസേഷൻ.
Third one, it always keeps updated. It always helps in taking better decision making. It is more effective marketing. It is also more efficient in operations and also helps to plan our future. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. എങ്ങനെയാണ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമ്മളിതിന് ബിസിനസ് അനലിറ്റിക്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു നോ അബൌട്ട് അവർ ഫ്യൂച്ചർ, ടു പ്ലാൻ അവർ ഫ്യൂച്ചർ, ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ടു നോ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. അല്ലേ, എന്താണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് വാട്ട് വി ആർ നൗ ഇൻ ദ പ്രസൻറ്റ് പീരിയഡ് എന്നുള്ളത്, കറൻ്റ്ലി നമ്മൾ എങ്ങനെയാണെന്നുള്ള പൊസിഷൻ. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് ആൻഡ് ദി പ്രസൻറ്റ് വി ക്യാൻ ഫോർകാസ്റ്റ് അവർ ഫ്യൂച്ചർ. സോ അതിനായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, എഫിഷ്യൻറ്റ് വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ ബിസിനസ്സിലും നമുക്ക് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ബിസിനസ് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അനലിറ്റിക്സ് എൻകറേജസ് എ കമ്പനി കൾച്ചർ ഓഫ് എഫിഷ്യൻസി ആൻഡ് ടീം വർക്ക് where employees are able to express their insights and share in the decision making process. So business analytics in the പണി എന്താണ്? So what the informations they have collected, data analysis കളക്ട് ചെയ്ത് തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ആർ ക്രിയേറ്റിംഗ് ഇറ്റ് ഇൻ ടു എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഒരു ചാർട്ട് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷനെയാണ് നമ്മൾ പറയണത്. ഓക്കെ, സോ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു തീരുമാനത്തിലെത്താനായിട്ട് പറ്റും. ദി കമ്പനീസ് ക്യാൻ ടേക്ക് better decisions for the future of the companies. Okay, അപ്പോൾ increased efficiency. And then second one എന്ന് പറയുന്നത് insights through data visualization. Comprehensive chart and graphs can be used to make sure that decision making is more interesting. നമുക്ക് ഏത് കാര്യങ്ങളും നമുക്ക് പറയുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? when it comes into a visual form. അല്ലേ, നമ്മൾ കേൾക്കുന്നതിനേക്കാളും അത് കണ്ടാലേ നമുക്കൊരു വിശ്വാസം നമുക്ക് വരുള്ളൂ. ചെറിയ കുട്ടികളിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈംസും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് നമ്മളിപ്പോൾ ടീച്ചർ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു, അല്ലെങ്കിൽ വീട്ടിൽ അമ്മമാർ പഠിപ്പിച്ചു കൊടുത്തു, അവർക്ക് പെട്ടെന്ന് ഓർമ്മയിൽ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അമ്മമ്മമാരും അല്ലെങ്കിൽ അവരുടെ മറ്റേ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? സോ ഈ വെൻ ദി ഗ്രാനേഴ്സ് ടീച്ച് എനിത്തിങ്, അവരതിൽ യൂസ് ചെയ്യുന്ന ആക്ഷൻസ്, അതിൽ അവർ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ എന്താ പറയുക വോയിസിൽ കൊണ്ടുവരുന്ന മോഡുലേഷൻസ്, അവർ കൊടുക്കുന്ന പിക്ചറൈസേഷൻ, അതൊക്കെ ആ കുട്ടികളുടെ മനസ്സിൽ ഭയങ്കര ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ആ കുട്ടികൾക്ക് പറയുന്ന കാര്യങ്ങൾ അമ്മമാരോ ടീച്ചർമാരോ പറയുന്ന കാര്യങ്ങളിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കും. അതിനേക്കാളും ബെറ്ററാണ് ഇപ്പോൾ ദാറ്റ് ഈസ് ടി വിയിൽ എന്താ പറയുക, ഇവർക്കായിട്ടുള്ള കുറേ കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാർട്ടൂൺസ് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാർട്ടൂൺസൊക്കെ ചില പാരൻസ് അത് ഇട്ട് കൊടുക്കാറുണ്ട്, കുട്ടികളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അവരത് കണ്ട് അവർ ആ രീതിയിൽ അതേപോലെ തന്നെ റൈംസ് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമുണ്ടാവും. സോ വെൻ ദേ സീ ഇൻ ദ ഇമേജസ്, അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ഇമേജസ്, വിഷ്വലൈസേഷൻ, ആ കാര്യങ്ങൾക്ക് അതിൽ വലിയ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഡാറ്റ കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ വി ആർ റെപ്രസെൻറ്റിങ് ഇറ്റ് ഇൻ, അപ്പോൾ അതിനെ യൂസ് ചെയ്യുന്ന ചാർട്ടും അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്യുന്ന ഡയഗ്രാംസും ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ദാറ്റ് ഈസ് എന്താ പറയുക, അവർക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് പോണത്, സോ വി ഹാവ് ടു ഇംപ്രൂവ്.
സോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ടേക്ക് സം ഡിസിഷൻ. അപ്പോൾ അത് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. And then third one is keep updated. That is, changes എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും സംഭവിക്കാം. Changes in the industry can occur at a very rapid pace. മാറ്റമില്ലാത്തത് ഏതിന് മാത്രമാണ്? മാറ്റത്തിന് മാത്രമാണ്. മാറ്റം മാത്രം എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ വളരെ എന്താ പറയുക സ്പീഡി ആയിട്ടായിരിക്കും ആ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അനലിറ്റിക്സ് എപ്പോഴും നമുക്ക് ദാറ്റ് ഈസ് എന്താ പറയുക കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മാറാം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും മാറാം. ചിലപ്പോൾ പുതിയ പ്രോഡക്റ്റ് വരുമ്പോൾ, അതല്ലാന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് കൊടുക്കുമ്പോൾ, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റും കൂടി അക്കംപനൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലൊരു മാറ്റം സംഭവിക്കാം. സോ വെൻ ദ ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ദി കൺസ്യൂമേഴ്സ് മൈൻഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും എന്തായിരിക്കണം? അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓൾവേസ് വി ഷുഡ് കീപ്പ് അപ്ഡേറ്റഡ്. അപ്പോഴാണ് ഏതിനനുസരിച്ചാണ് കൺസ്യൂമേഴ്സ് മാറുന്നത് എന്നുള്ളത് നമുക്ക് ഈസിലി മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ദെൻ ഇസ് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ചാർട്ടിൽ നമുക്ക് കിട്ടിയ ഡാറ്റാസ് ഒരു പാരഗ്രാഫായിട്ട് നമ്മൾ എഴുതുന്നതിനേക്കാളും ബെറ്റർ അത് എന്താ പറയുക ഫിഗേഴ്സിലും ആൻഡ് ദെൻ ചാർട്ടിലും നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാനും പെട്ടെന്ന് നമുക്കൊരു ഡിസിഷൻ എടുക്കാനും ആ എടുക്കുന്ന ഡിസിഷൻസ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസിനും അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് മോർ എഫക്റ്റീവ് ഇൻ മാർക്കറ്റിംഗ്. അഞ്ചാമത്തെ പോയിൻ്റ് എഫക്റ്റീവ് ഇൻ മാർക്കറ്റിംഗ്. ഡാറ്റ അനാലിറ്റിക്സ് ഓൾസോ ഗീവ്സ് യൂസ്ഫുൾ ഇൻസൈറ്റ്സ് ആൻഡ് വി ക്യാൻ യൂസ് ദിസ് ഇൻഫർമേഷൻ ടു അഡ്ജസ്റ്റ് ദ ടാർഗറ്റിംഗ് ക്രൈറ്റീരിയ either manually or through automation, or use it to develop different messaging and creative for different segments. അപ്പോൾ ഇവിടെ മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മാർക്കറ്റിങ്ങിൽ എവിടെയെങ്കിലും നമ്മുടെ ഗ്രാഫ് താഴത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ദാറ്റ് ഈസ് അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോൾ ആൾക്കാർക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം, എപ്പോൾ മെസ്സേജസ്, എപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് ബെറ്റർ കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസിൽ എന്താ വരുന്നത്? ഇന്ന് പല ക്ലാസ്സുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഇന്നത്തെ ഷോപ്പുകൾ അവരെ സെയിലോട് കൂടിയിട്ട് അവരുടെ റിലേഷൻ അവിടെ നിൽക്കുന്നില്ല. സോ റിലേഷൻ സ്റ്റിൽ കണ്ടിന്യൂസ്. ഹൗ ഇറ്റ് കണ്ടിന്യൂസ്? ദേ മെയിൻറ്റെയിൻ ആഫ്റ്റർ സെയിൽ സർവീസ്. സോ ദേ ക്യാൻ മെയിൻറ്റെയിൻ ദി റിലേഷൻഷിപ്പ് വിത്ത് ദി കസ്റ്റമർ. അപ്പോൾ കസ്റ്റമർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കസ്റ്റമർക്ക് ആ ഒരു ഷോപ്പായിട്ടുള്ള റിലേഷൻ വർഷങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട്. കാരണം ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ചു, ഒരു ഹോം അപ്ലയൻസസ് മേടിച്ചു, ആദ്യത്തെ 2 or 3 years നമുക്ക് ചിലപ്പോൾ കംപ്ലയിൻറ്റ്സ് ഉണ്ടായിന്ന് വരില്ല. ആഫ്റ്റർ ദറ്റ് ചെറിയ കംപ്ലയിൻറ്റ്സ് വന്നു, നമ്മൾ കമ്പനീനെ വിളിച്ചറിയിച്ചു, അവരവരെ സർവീസ്മാനെ നമ്മുടെ വീടുകളിലേക്ക് അയച്ച് ആ കാര്യങ്ങൾ വേഗം തന്നെ ക്ലിയർ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷോപ്പിനോടും അവിടെ വരുന്ന ദാറ്റ് ഈസ് ആ ഷോപ്പിലുള്ള ഒരു നമ്മുടെ റിലേഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും. ഓക്കെ, സോ കസ്റ്റമർ സർവീസ് നമുക്ക് എന്താ പറയുക കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലംസ് എന്താണെന്നുള്ളതും അവർക്ക് ബെറ്റർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും നമുക്കത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദ ഡാറ്റ ക്യാൻ റിവീൽ ഇൻഫർമേഷൻ അബൌട്ട് ദി കസ്റ്റമേഴ്സ് കമ്മ്യൂണിക്കേഷൻ പ്രിഫറൻസസ്, ദെയർ ഇൻട്രസ്റ്റ്, ദെയർ കൺസേൺസ് ആൻഡ് മൂവ്. അപ്പോൾ നമ്മൾ അവരെ കംപ്ലയിൻറ്റ്സ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് അറിയാനായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഒരു 1 week കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ വിളിക്കാറുണ്ട്, ചില ഷോപ്പിൽ നിന്ന് വിളിക്കാറുണ്ട്. So we are calling to know about the feedback of the use of this particular product which you have bought from a shop എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ മേടിച്ച സാധനം അല്ലെങ്കിൽ 1 month നിങ്ങൾ ഒരു മാസം മുമ്പ് നിങ്ങൾ മേടിച്ച സാധനത്തിനെ കുറിച്ചുള്ള പ്രോഡക്റ്റിൻ്റെ യൂസ് അനുസരിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് എന്നുള്ളത് പലരും പറയാറുണ്ട്. ഓക്കെ, സോ ദേ ആർ കളക്റ്റിംഗ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? കമ്പനീസിന് കൈമാറാവുന്നതാണ്. വിച്ച് ഹെൽപ്പ് ദം ടു ഇംപ്രൂവ് ദെയർ പ്രോഡക്റ്റ് ഇൻ നിയർ ഫ്യൂച്ചർ. ആൻഡ് ദെൻ ഇസ് മോർ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ്.
സോ ഇതിൽ വരുന്നത് ഡാറ്റ അനലിറ്റിക്സ് ക്യാൻ ഹെൽപ്പ് കമ്പനീസ് സ്ട്രീം ലൈൻ ദർ പ്രോസസ്സസ്, save money and boost bottom line. When there is an improved understanding of what really customer wants, company waste less time on creating ads and content that don't match with consumers' interest. സോ ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് ഇൻഫർമേഷനിലൂടെ വി ഹാവ് കളക്റ്റഡ് വാട്ട് ഈസ് ദ എക്സാക്ട് ടേസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. സോ വെൻ വി ഹാവ് ഗോട്ട് ഇറ്റ്, the company need not waste its time in making more ad which is entirely and which does not match with the customer's taste. അപ്പോൾ നമ്മളൊരു കാര്യം കളക്ട് ചെയ്തിട്ടുണ്ട്, കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതല്ലാതെ നമ്മൾ അതിനോട് റിലേറ്റ് ചെയ്യാത്ത ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീനെ കുറിച്ച് ചിന്തിച്ച് നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം അൾട്ടിമേറ്റ്ലി വാട്ട് എ കൺസ്യൂമർ നീഡ്സ് അല്ലെങ്കിൽ വാട്ട് എ കൺസ്യൂമർ വാണ്ട്സ് അല്ലെങ്കിൽ വാട്ട് എ കൺസ്യൂമർ ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ സമയം കളയാതെ കമ്പനീസിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് ആൻഡ് വെരി ലാസ്റ്റ് പോയിൻറ്റ്, പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദി കമ്പനീസ് ക്യാൻ മേക്ക് എ ബെറ്റർ പ്ലാൻ ഫോർ ദി പ്രോഗ്രസ് ഓഫ് ദെയർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് allow businesses to plan for the future in ways that are previously impossible. കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ ബേസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്ലാനുകൾ ചിലപ്പോൾ സക്സസ് ആവാതെ പോയേക്കാം. അപ്പോൾ ചില കാര്യങ്ങൾ അതിൽ സക്സസ് ആയിട്ടുണ്ടായിരിക്കാം, വിച്ച് ഹാസ് ബീൻ മോർ ബെനിഫിറ്റഡ് എന്നുള്ളതൊക്കെ നോക്കി നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചർ നമുക്കൊന്നും കൂടി സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ബിസിനസ് അനലിറ്റിക്സിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. സോ എത്രത്തോളം അഡ്വാൻറ്റേജസ് ഉണ്ടായാലും നമുക്ക് എന്തുണ്ടാവും, കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. എന്താണ് ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് അലൈൻമെൻറ്റ് ആൻഡ് അവൈലബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ദ അനലിസ്റ്റ് ആർ ഓർഗനൈസ്ഡ് അക്കോർഡിംഗ് ടു ദ ബിസിനസ് ഡൊമെയിൻസ്. ഓരോ ബിസിനസ് സ്ഥാപനത്തിനനുസരിച്ചിട്ടായിരിക്കും അനലിറ്റിക്സിനെ നമ്മൾ ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ, ദ അനാലിസിസ് is shared with the top executives and thus the results are not easily communicated to the business users for whom they provide the greatest value. അപ്പോൾ ബിസിനസ് യൂസേഴ്സിന് ചിലപ്പോൾ ഈ പറയുന്ന ഇൻഫർമേഷൻ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് കൃത്യസമയത്ത് എത്തിച്ചേരണമെന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവേണ്ടത് ആർക്കാണോ അവർക്ക് ചിലപ്പോൾ ബെനിഫിറ്റ് ആവണമെന്നില്ല. അങ്ങനെ കുറച്ച് ലൂപ്പ് ഹോൾസ് നമുക്കതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. സെക്കൻഡ് പോയിൻ്റ് ഇസ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. അനലിറ്റിക്സ് ക്യാൻ ബി വെരി കോസ്റ്റ്ലി ആൻഡ് ദി റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് നോട്ട് ഇമ്മീഡിയറ്റ്. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് എന്താ പറയുക, മാർക്കറ്റിലേക്ക് ഇറങ്ങി ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത് പിന്നെ നമ്മൾ വീണ്ടും ചേഞ്ചസോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് ഇറക്കി, അങ്ങനെ വീണ്ടും നമുക്ക് ഇൻഫർമേഷൻ കിട്ടി. ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്സ്. പെട്ടെന്നൊന്നും നമുക്കൊരു ഡിസിഷൻ എടുക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്താ പറയുക റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടണം എന്നുള്ളതും ഇല്ല. ചിലപ്പോൾ സമയം കൂടുതലെടുത്തേക്കാം. അപ്പോൾ എന്ത് കാര്യത്തിനും സമയം കൂടുതലെടുത്തു കഴിഞ്ഞാൽ പീപ്പിൾ മേ ലൂസ് ട്രസ്റ്റ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ആൻഡ് ദെൻ ലോ ക്വാളിറ്റി ഓഫ് ട്രാൻസാക്ഷണൽ ഡാറ്റ. ഇനി നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി സൊല്യൂഷൻസ് പ്രൊവൈഡഡ് ബൈ ദ ബിസിനസ് അനലിസ്റ്റ് ഫെയിൽ ബിക്കോസ് ദ ഡാറ്റ ഇസ് നോട്ട് അവൈലബിൾ. ചിലപ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ളതോ
അല്ലെങ്കിൽ അനാലിസിസിനോ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ മേ ഗോ റോങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തായിട്ട് വരുന്നത്, ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇനിയുള്ളത് ബിസിനസ് ഡാറ്റ അനലിസ്റ്റാണ്. അപ്പോൾ ഒരു ബിസിനസ് അനലിസ്റ്റ് ആരാണ്, ഡാറ്റ അനലിസ്റ്റ് ആരാണ്? ഡാറ്റ അനാലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ എ പേഴ്സൺ ഹു ഗ്യാദേഴ്സ് ഇൻഫർമേഷൻ. ബിസിനസ് അനലിസ്റ്റ് എന്ന് പറയുന്നത് ആ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ വർക്ക് ചെയ്ത് ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കാനും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, ബിസിനസ് അനലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, so business analysts use data to help organizations make more effective decisions, while data analysts are most interested in gathering and analyzing data for the business to evaluate and use to make decisions on their own. അപ്പോൾ ഡാറ്റ അനാലിസിസ് എന്താ ചെയ്യാറുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള എന്താ പറയുക ആ ഡാറ്റകൾ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാനോ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. ബിസിനസ് അനലിസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ്. ഓർഗനൈസേഷൻ എഫക്റ്റീവായിട്ടുള്ള ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കാനായിട്ട് അവർ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണതാണ് ബിസിനസ് അനാലിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി as data analysts must also create reports on their findings and communicate next steps to key stakeholders. So persons who are interested, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആര് പ്രൊവൈഡ് ചെയ്യണം, ഡാറ്റ അനലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എന്താ പറയുക ഡാറ്റ മൈനിങ് വേണം. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് ക്ലീൻ ചെയ്യാനും ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യാനും പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ക്ലിയർ പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദി ഓർഗനൈസേഷൻസ് ടു ടേക്ക് എ മച്ച് മോർ ബെറ്റർ ഡിസിഷൻ. ഓക്കെ, ഇനി വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡാറ്റ അനലിസ്റ്റ്? ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ടു പ്രൊഡ്യൂസ് റിപ്പോർട്ട്സ്. ആദ്യത്തെ കാര്യം എന്താണ്, അവർക്ക് റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അവർ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതിയാവും. സോ വാട്ട് വി ഹാവ് കളക്റ്റഡ് സോ ഫാർ വി ഹാവ് ടു ടേക്ക് അല്ലെങ്കിൽ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ ടു എ റിപ്പോർട്ട് ഫോം. ഒരു റിപ്പോർട്ട് ഫോമിലേക്ക് അത് കൊണ്ടുവന്നാലാണ് പെട്ടെന്ന് നമുക്കൊരൊറ്റ ഗ്ലാൻസിന് നമുക്കത് വായിക്കാനോ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കാം. Okay, so data analysts spend a significant amount of time producing and maintaining both internal and client-facing reports. To remain valuable, the reports, answers and insights that data analyst provides have to be understood by the next decision maker, who frequently is not a real analyst. Okay, അപ്പോൾ that is ഒരു ഡാറ്റ അനലിസ്റ്റ് how he creates a report, how he picturizes it and how he suggests the information based on that. സോ അതൊക്കെ ഒരു ഡാറ്റ അനലിസ്റ്റ് അല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അത് ബെനിഫിഷ്യൽ ആവുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഈസ് സ്പോട്ടിംഗ് പാറ്റേൺസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ട്രെൻഡുകളായാലും യൂസ് ചെയ്യുന്ന ചാർട്ടുകളായാലും യൂസ് ചെയ്യുന്ന പാറ്റേൺസ് ആയാലും ഹൗ ഇറ്റ് ഈസ് സ്പോട്ടി ആൻഡ് ഹൗ ഇറ്റ് ഇംപ്രസ്. The most effective data analysts are able to use the data to tell a story. ഒരു ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്യും വാട്ട് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദ ഫിഗേഴ്സ് എന്നുള്ളത്. സോ ഡാറ്റ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മൾ ചെയ്യുന്ന ഒരു റഫ് ഫിഗേഴ്സ് ആയിരിക്കാം. സോ വാട്ട് ഈസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദ ഫിഗേഴ്സ്? ഓക്കെ, ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും സ്പോട്ടിംഗ് ആയിട്ടുള്ള പാറ്റേൺസ് എന്ന് പറയുന്നത്. ഡാറ്റ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ട്രെൻഡ്സ് ആൻഡ് ഇൻസൈറ്റ്സ് ദാറ്റ് വി ക്യാൻ യൂസ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് ടു ക്ലയൻറ്റ്സ് റിപ്പോർട്ടിംഗ് ഇൻ റെഗുലർ ഫ്രീക്വൻസീസ് സച്ച് ആസ് വീക്ക്ലി, മന്ത്ലി ഓർ ക്വാർട്ടർലി. സോ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാനും ഏറ്റവും എളുപ്പം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട്സ് തന്നെയാണ്. സോ വീക്ക്ലി റിപ്പോർട്ട്സ്,
മന്ത്ലി റിപ്പോർട്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ക്വാർട്ടർലി റിപ്പോർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ എൻഡ് ഓഫ് ദി ഇയർ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പിക്ചറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കൊളാബറേറ്റിംഗ് വിത്ത് അതേഴ്സ്. ഇനി എങ്ങനെയാണ് വി ആർ കൊളാബറേറ്റിംഗ് ദോസ് ഡാറ്റാസ് വിത്ത് അതേഴ്സ് എന്നുള്ളതാണ്. So analyst is not a person working apart from the rest of the company. It is his responsibility to collaborate across many other departments in an organization. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? മാർക്കറ്റേഴ്സ് ഉണ്ടായിരിക്കും, എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും, സെയിൽസ് പീപ്പിൾ ഉണ്ടായിരിക്കും. സോ ഇവരോടൊക്കെ നമ്മൾ ഹൗ വി ആർ കൊളാബറേറ്റിംഗ്. ഓക്കെ. ആൻഡ് ഫോർത്ത് വൺ is collecting data and setting up infrastructure. The most technical aspect of an analyst job is to collect the data itself. Streamlining this data collection is key for data analysts. They work to develop routines that can be automated and easily modified for reuse in other areas. So ഇവരെന്താ ചെയ്യുന്നത്? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, and they are streamlining the data and cleaning up the unnecessary data and using only the effective and useful data. അതിന് നമ്മളൊരു എന്താ പറയുക, we are giving some kind of information to others എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡാറ്റ അനാലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇനി ഒരു ഡാറ്റ അനാലിസ്റ്റിന് ആവശ്യമായിട്ടുള്ള സ്കിൽ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ സ്കിൽസ് റിക്വയർഡ് ബൈ ദി സെയിൽസ് പീപ്പിൾ, അല്ലെങ്കിൽ സ്കിൽസ് റിക്വയർഡ് ബൈ ദി മാനേജർ, സ്കിൽസ് റിക്വയർഡ് ബൈ ദി ഓൺട്രപ്രനർ. അപ്പോൾ ഏത് റോളിലേക്ക് നമ്മളൊരു പേഴ്സൺ വരുന്നുണ്ടെങ്കിലും ദാറ്റ് പേഴ്സൺ ഷുഡ് ഹാവ് സം സ്കിൽ. ഓക്കെ. അപ്പോൾ ആ സ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഇവിടെ വേണ്ടത് ഒന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡാറ്റ അനലിസ്റ്റിന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിഞ്ഞിരിക്കണം. അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഡാറ്റ ഗ്യാദർ ചെയ്യാനും, ഡാറ്റ ക്ലീൻ ചെയ്യാനും, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്യാനും, വിഷ്വലൈസേഷന് ഡാറ്റാസ് പ്രസൻറ്റ് ചെയ്യാനുമായിട്ടൊക്കെയാണ്. അപ്പോൾ അതിനുള്ള എന്താ പറയുക, ലാംഗ്വേജ് സ്കിൽ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ആൾക്ക് സ്കില്ലുണ്ടായിരിക്കണം. അത് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. സെക്കൻഡ് വൺ ഇസ് ക്രിയേറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ്. ക്യൂരിയോസിറ്റി ആൻഡ് ക്രിയേറ്റിവിറ്റി ആർ കീ ആട്രിബ്യൂട്ട്സ് ഓഫ് എ ഗുഡ് ഡാറ്റ അനാലിസ്റ്റ്. അപ്പം നമുക്ക് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ്, അല്ലെങ്കിൽ ഇപ്പം എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അതിനൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലാണ് അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. ക്യൂരിയോസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റിവിറ്റിയും ഉണ്ടാവില്ല. ക്രിയേറ്റിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു കാര്യം ആർക്കോ വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ ഒരു പിക്ചറൈസ് ചെയ്ത രൂപത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി മീനിങ് ഓക്കെ. അതിന് എന്തൊക്കെ വേണം? നമുക്ക് ക്യൂരിയോസിറ്റി വേണം, അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയും വേണം. This will help the analyst to generate interesting research questions. അപ്പോൾ ഈ ക്യൂരിയോസിറ്റി വരുമ്പോൾ നമുക്ക് ചോദ്യങ്ങളുണ്ടായിരിക്കും. ഇന്ന ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് കുറേ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. Third one is strong and effective communication. Data analyst must clearly convey their findings, whether it is to an audience of readers or a small team of executives making business decisions. ആർക്കാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? വെരി സ്മോൾ ഗ്രൂപ്പിനാണോ, ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കാനാണോ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം, അതേപോലെ വ്യക്തമായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി വെരി സ്ട്രോങ് ആൻഡ് ഷുഡ് ബി വെരി ക്ലിയർ. ആൻഡ് ഫോർത്ത് വൺ ഇസ് ഡാറ്റ വിഷ്വലൈസേഷൻ. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൗ വി ആർ പ്രസൻറ്റിങ് ഇറ്റ് ടു ദി ഓഡിയൻസ്, ഹൗ വി ആർ പ്രസൻറ്റിങ് ഇറ്റ് ടു ദി മാനേജേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ രൂപം അല്ലെങ്കിൽ ഇമേജസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ദെൻ ഡാറ്റ വെയർ ഹൗസിങ്.
ഡാറ്റാ വെയർ ഹൗസിംഗിൽ വരുന്നത് സം ഡാറ്റ അനലിസ്റ്റ് വർക്ക് ഓൺ ദി ബാക്ക് എൻഡ്. They connect databases from the multiple sources. പല ഡിഫറെൻറ്റ് സോഴ്സസിനും ക്വറി ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടും ദേ വിൽ കളക്ട് ദി ഇൻഫർമേഷൻ. സോ അതിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ പേഴ്സണലായിട്ട് കാണണമെന്നില്ല, ഫ്രം അതർ സോഴ്സസ് അവർ കളക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇസ് SQL ഡാറ്റാബേസസ്. It has a relational databases ആണ്, ഒരു സ്ട്രക്ചേർഡ് ഡാറ്റ. ഓക്കെ, SQL databases are relational databases with structured data എന്നുള്ളതാണ്. Data is stored in tables and data analyst pulls information from different tables to perform analysis. അപ്പോൾ റിലേഷണൽ ഡാറ്റാബേസസ് ആണ്. പല കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഇൻഫർമേഷൻസ് ആണ്. ആൻഡ് 7th one is database querying languages. ഇനി ഒരു 3 പോയിൻറ്റും കൂടെ നമുക്കുള്ളൂ. ഡാറ്റാബേസ് ക്വറിങ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന SQL, TSQL. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ കോമൺ ക്വറിങ് ലാംഗ്വേജ്, നമ്മൾ ക്വറീസിന് വേണ്ടി നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസൊക്കെ ആയിട്ട് നമുക്ക് വി ഷുഡ് ബി വെൽ നോൺ. അതായത് ഒരു ഡാറ്റ അനാലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയണം, എന്നാലാണ് നമുക്കൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനടുത്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഡാറ്റ മൈനിങ് ആൻഡ് ക്ലീനിങ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡാറ്റ മൈനിങ് എന്ന് പറയുമ്പോൾ വി ആർ ഗോയിങ് ഡീപ്പ് ഇൻ ടു ദ ഡാറ്റ വിച്ച് വി ഹാവ് കളക്റ്റഡ്. അത് നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് എടുക്കാം, ആവശ്യമില്ലാത്ത ഡാറ്റാസ് നമ്മൾ റിമൂവ് ചെയ്യുക, ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇസ് അഡ്വാൻസ്ഡ് മൈക്രോസോഫ്റ്റ് എക്സൽ. ഡാറ്റ അനാലിസ്റ്റ് ഷുഡ് ഹാവ് എ ഗുഡ് നോളജ് ഓൺ എക്സൽ. ഞാൻ പറഞ്ഞില്ലേ, എക്സലിൽ നമുക്ക് അറിയാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് വെറും ഹാൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എക്സലിൽ അറിയുള്ളൂ. കാരണം ഓരോരുത്തരുടെ യൂസ് അനുസരിച്ചിട്ട് അങ്ങനെയാണ്. ഇഷ്ടംപോലെ റോസ് ആൻഡ് കോളംസ് ഉള്ളത് കൊണ്ട് അതിനെ ഏത് രീതിയിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ചാർട്ടിലേക്കോ ഗ്രാഫിക്കിലേക്കോ ഏത് പ്രസൻറ്റേഷനിലേക്ക് വേണമെന്നുണ്ടെങ്കിലും എക്സലിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. And then machine learning. Data analysis with machine learning skills are incredibly valuable. നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, അത് രണ്ടും കൂടി ഡാറ്റ അനാലിസിസും ഇതും കൂടി കമ്പൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഫോക്കാസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ബിസിനസ് അനാലിസ്റ്റിനെ കുറിച്ചിട്ട്, ഒരു ഡാറ്റ അനാലിസ്റ്റിനെ കുറിച്ചിട്ട്, അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ബിസിനസ് അനാലിറ്റിക്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു കമ്പനിയിലൊരു ബിസിനസ് അനാലിസ്റ്റിൻ്റെ റോൾ എന്താണ്, വാട്ട് ഹി ഹാസ് ടു ഡു എന്നുള്ളതാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദി ബിസിനസ് അനാലിസ്റ്റ് ആൻഡ് ദി ഡാറ്റ അനാലിസ്റ്റ് കൊടുക്കുന്ന ഇൻഫർമേഷനാണ് ദി കമ്പനി വിൽ ടേക്ക് ദി ബെറ്റർ ഡിസിഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാം. താങ്ക് യു.